ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ച കാര്യമാണ്, സാറേ എല്ലാ ചാപ്റ്റേഴ്സിലെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വളരെയധികം കൺഫ്യൂസിംഗ് ആണ്, ഫോർമുലാസ് പലതും ഏത് ചാപ്റ്ററിലാണ് എന്ന് പോലും അറിയുന്നില്ല, എല്ലാം ഞങ്ങൾക്ക് മാറിപ്പോകുന്നു, ഫോർമുലാസ് അടങ്ങിയ ചാപ്റ്റർ വൈസ് ഫോർമുലാസ് അടങ്ങിയ ഒരു വീഡിയോ ഞങ്ങൾക്കായി ചെയ്യാവോ? തീർച്ചയായും മക്കളെ, അത്തരം ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും, ആ ചാപ്റ്റേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ഫോർമുലാസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കുകളിൽ ഏതൊക്കെ ഫോർമുലാസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന മുഴുവൻ ഫോർമുലാസും അടങ്ങിയ SSLC ഫിസിക്സിനകത്തുള്ള മുഴുവൻ ഫോർമുലാസും അടങ്ങിയ വീഡിയോയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നും ഞാൻ നിറവേറ്റിയിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഫോർമുലാസിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സോ ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. സോ ഓൾ ഫോർമുലാസ് ഇൻ ജസ്റ്റ് വൺ വീഡിയോ, റൈറ്റ്? സോ ആദ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഫോർമുലാസ് അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നിങ്ങളൊന്ന് നോക്കുക മക്കളെ. ഒന്നാമത്തെ ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് ഉറപ്പായും ഫോർമുലാസ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ വന്നിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്തത് മാഗ്നറ്റിക് എഫക്റ്റിൽ നിന്ന് ഈ പറയുന്ന ഫോർമുലാസോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഏതിൽ നിന്നാണ്? EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണത്തിൽ നിന്ന് ഈ പറയുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അതിനുശേഷം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, റൈറ്റ്? ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനെയും കീറി മുറിച്ച് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് ഈ പറയുന്ന ന്യൂമറിക്കൽസ് വരിക, അതിന് ഏതൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലോട്ട് കടക്കാൻ പോവാണ്. തയ്യാറല്ലേ? യെസ്. ആദ്യം എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് ഫോർമുലാസ് പഠിക്കണം. ഒന്നാമത്തെ കാര്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. അതിൽ നിന്ന് ഒരു 1 മാർക്കിന്റെ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്? കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുപോവാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം, അതിനെയാണ് ഇത് പറയുക, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുക. സോ അതിന്റെ ഇക്വേഷനിലോട്ട് കടക്കുന്നു. V ഈക്വൽ എന്താണ്? W/Q ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുക. വോൾട്ട് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുക. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. V ഈക്വൽ ടു W/Q. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് തന്നെയാണ്. W എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്, അതുപോലെ പ്രവൃത്തിയാണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സോ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ജൂൾസ് ലോ. ജൂൾസ് ലോ മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷിലുമുണ്ട്. ഹീറ്റ് ഒരു കണ്ടക്ടറിലൂടെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന താപം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന, അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എത്രത്തോളം ലിബറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ലോ ആണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് 3 ഫോർമുലാസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ആദ്യത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ H ഈക്വൽ ടു I²RT. ഇതാണ് ഈ പറയുന്ന ലോവുമായി ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത H ഈക്വൽ ഏതാണ്? VIT. അടുത്ത H ഈക്വൽ ഏതാണ്? V²/R/T. ഈ 3 ഫോർമുലാസ് നിങ്ങൾ പഠിക്കണം. 3ഉം ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ 3എണ്ണത്തിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അടുത്തതിലോട്ട് കടക്കുന്നു, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന പ്രതിരോധങ്ങളുടെ കോമ്പിനേഷനാണ്. പ്രതിരോധ ക്രമീകരണം ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതിലെ സീരീസ് കോമ്പിനേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഫോർമുല എന്ന് പറഞ്ഞാൽ R എഫക്റ്റീവ് അല്ലെങ്കിൽ R ഈക്വൽ എന്താണ്? R1 + R2 എന്ന് പറയുന്ന ഫോർമുലയാണ്. പാരലൽ കോമ്പിനേഷൻ അഥവാ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലോ 1/R ഈക്വൽ ടു 1/R1 + 1/R2 എന്ന രീതിയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? സോ അടുത്തതിലോട്ട് കടക്കുന്നു, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഇലക്ട്രിക് പവർ. പവറിന്റെ ഫോർമുലാസിന് ഒരു പ്രത്യേകത ഉണ്ടാവും, വളരെ സിമ്പിൾ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പവർ എന്ന് വെച്ചാൽ ആക്ച്വലി റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. ഇവിടെ പവറിന്റെ ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ആ ജൂൾസ് ലോയിലുള്ള ഹീറ്റിന്റെ ഫോർമുലാസിൽ T അങ്ങ് ഒഴിവാക്കിയാൽ മതി, വേറെ ഒരു മാറ്റവുമില്ല. സോ I²R P ഈക്വൽ ടു VI, P ഈക്വൽ ടു V²/R. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ മക്കളെ, വ്യക്തമായി മനസ്സിലായില്ലേ? റൈറ്റ്. അടുത്തതിലോട്ട് കടക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളിലോട്ട്, ന്യൂമറിക്കൽ ടോപ്പിക്കുകളിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ആദ്യത്തെ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലാസ് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് മക്കളെ ഫോർമുല എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. NS/NP ഈക്വൽ ടു VS/VP ഈക്വൽ ടു IP/IS. ഈ ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകളിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ്. NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ്. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ്. VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി ആണ്. IS എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ സെക്കൻഡറി ആണ്. IP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ പ്രൈമറി ആണ്. ഇത് നിങ്ങൾക്കറിയണം.
ഇതിന് പുറമെ മറ്റൊരു ഫോമുല കൂടി പറഞ്ഞു തരാം, അത് അധികം പരീക്ഷകളിൽ ചോദിക്കാറില്ല എങ്കിലും എഫിഷ്യൻസി ഓറിയന്റഡ് ആയ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എല്ലാം 100% എഫിഷ്യൻസി ഉള്ളതാണ്. സോ ഈ പറയുന്ന ഫോമുല ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ ഈക്വൽ ടു വി ഐ അല്ലേ, സോ ഔട്ട്പുട്ട് സെക്കൻഡറിയിലല്ലേ, സോ എന്ത് വരും വി എസ് ഐ എസ് ഡിവൈഡഡ് ബൈ വി പി ഐ പി. ജസ്റ്റ് ഈ പറയുന്ന ഫോമുല പഠിച്ചു വെച്ചോ. അധികം ചോദ്യ പേപ്പറുകളിലോ അധികം പ്രീവിയസ് ഇയറിലോ എഫിഷ്യൻസി ഓറിയന്റഡ് ആയി ഈ ഫോമുല യൂസ് ചെയ്യേണ്ട വരാറില്ല എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, സോ വി എസ് ഐ എസ് ഡിവൈഡ് ബൈ വി പി ഐ പി. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സോ മുന്നോട്ട് പോവാണ്. അടുത്തത് നമ്മുടെ ഈ പറയുന്ന വാട്ട് അവർ മീറ്ററിന്റെ എനർജി കൺസപ്ഷൻ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എനർജി ഇൻ കിലോ വാട്ട് അവർ ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ 1000. ഈ പറയുന്ന കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പല ഉപകരണങ്ങൾ ഈ പർട്ടിക്കുലർ സമയത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാസം ഉണ്ടാവുന്ന എനർജി എത്രയാണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കിട്ടുന്ന എനർജി ഏതിലാണ്? കിലോ വാട്ട് ഹവറിലാണ് കിട്ടുക. കിലോ വാട്ട് അവർ ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. ഊർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ് എന്ത് പറയുക? കിലോ വാട്ട് അവർ എന്ന് പറയുക. സോ ഈ ഫോമുല നിങ്ങൾ പഠിച്ചിരിക്കണം, പരീക്ഷകളിൽ ചോദിക്കും, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കുന്നു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി നമ്മൾ ഒപ്റ്റിക്സിലോട്ട് കിടക്കുവാണ്. ഒപ്റ്റിക്സിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക് ഓറിയന്റഡ് ആയ എല്ലാ ഫോമുലാസും പഠിക്കേണ്ടതുണ്ട്. സോ അതിനകത്ത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് നോക്കാം. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് ആദ്യം ചോദിക്കുക? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ, അഥവാ മലയാളത്തിൽ ആവർത്തന പ്രതിപതനവും പ്രതിബിംബ രൂപീകരണവും. ഈ പറയുന്ന ഫോമുല ഓറിയന്റഡ് ആയ പല ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ട്. 2 ദർപ്പണങ്ങൾ ഇത്ര ഡിഗ്രി കോണളവിൽ വെക്കുമ്പോൾ എത്ര ഇമേജുകൾ ഫോം ചെയ്യും, എത്ര പ്രതിബിംബങ്ങൾ ഫോം ചെയ്യും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. n ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. സോ അതിലെ നമ്പർ ഓഫ് ഇമേജസ് ആണ് എന്ത് പറയുക? എന്ന് പറയുക. സോ അത് ചോദിക്കുന്ന പല ചോദ്യ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ മിറർ ഫോർമുല. ഇനി നമ്മൾ മിറർ ഫോർമുല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതിലോട്ട് കിടക്കുന്നു. 1/f. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, ഈക്വൽ ടു 1/u പ്ലസ് 1/v. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലോട്ടുള്ള ദൂരമാണ്. വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലോട്ടുള്ള ദൂരമാണ്. ഈ കാര്യം മനസ്സിലാക്കുക, പഠിക്കുക, പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പലതും ചോദിക്കാറുണ്ട്. എഫ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, യു കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, വി കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. പഠിച്ചിരിക്കുക, പ്രധാനപ്പെട്ടതാണ്. അടുത്തത് മാഗ്നിഫിക്കേഷൻ. എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ വെച്ചാൽ റേഷ്യോ ആണ്. എന്തിൻ്റെയൊക്കെ തമ്മിലുള്ള റേഷ്യോ? അനുപാതമാണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുക? യെസ്, HI ബൈ H0 ആണ് എന്ത് പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. പഠിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മിററിൽ അതിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, -v/u എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയണം. m ഈക്വൽ ടു HI ബൈ H0 ഈക്വൽ ടു -v/u. മിററിന്റെ കേസിലാണ് എന്ത് വരിക? മൈനസ് വരിക. അത് മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയി കഴിഞ്ഞു വെച്ചാൽ അവിടെ ഉണ്ടാവുന്നത് യഥാർത്ഥ പ്രതിബിംബമാണ്, റിയൽ ഇമേജസ് ആണ്. റിയൽ ഇമേജുകളെല്ലാം തലകീഴായിട്ടുള്ളതാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വെർച്വൽ പ്രതിബിംബമാണ്, അഥവാ വെർച്വൽ ഇമേജ് ആണ്, അഥവാ മിഥ്യാ പ്രതിബിംബമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മിഥ്യാ പ്രതിബിംബങ്ങളെല്ലാം, വെർച്വൽ ഇമേജസ് എല്ലാം നിവർന്നു നിൽക്കുന്നതാണ്, ഇറക്റ്റ് ആണ്. റൈറ്റ്, ആ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ താഴെ ഞാൻ നൽകിയിട്ടുണ്ട്, പഠിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മക്കളെ, ശ്രദ്ധിക്കടാ. മാഗ്നിഫിക്കേഷൻ്റെ മോഡുലസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും ആർക്കുണ്ടാവുക? ഈ പറയുന്ന ഇമേജിന് ഉണ്ടാവുക, പ്രതിബിംബത്തിന് ഉണ്ടാവുക. ഈ മോഡുലസ് ഓഫ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അവിടെ ഉണ്ടാവുന്നത് ലാർജ് ഇമേജ് ആയിരിക്കും, വലിയ പ്രതിബിംബമായിരിക്കും. മോഡുലസ് ഓഫ് എം ലെസ് ദാൻ 1 ആണെങ്കിലോ അവിടെ ഉണ്ടാവുന്നത് സ്മോൾ ഇമേജ് ആയിരിക്കും, ചെറിയ പ്രതിബിംബമായിരിക്കും. ഈ കാര്യം കൂടി മനസ്സിലാക്കുക. സോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ്, തലകീഴായിട്ടുള്ളതാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാ പ്രതിബിംബമാണ്, നിവർന്നു നിൽക്കുന്നതാണ്, ഇറക്റ്റ് ആയിരിക്കും. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കണം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന അവസാന ചാപ്റ്റർ എന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? അതായത് നമ്മുടെ ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുള്ള ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ഏതൊക്കെ ടോപ്പിക്കിന് ന്യൂമറിക്കൽസ് ചോദിക്കാം നമുക്ക് നോക്കാം. സോ ആദ്യം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. ഇക്വേഷൻ വൈസ് പറയുമ്പോൾ n ഈക്വൽ ടു c/v എന്ന് വരും. ഇത് പഠിക്കുക, n ഈക്വൽ ടു c/v, where c is the speed of light in air.
അതിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് നിങ്ങൾക്ക് അറിയണം. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആണ്. വായുവിൽ പ്രകാശത്തിന്റെ വേഗതയാണ് സി എന്ന് പറയുന്നത്. മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗതയാണ് വി എന്ന് പറയുന്നത്. സോ അത് 3 × 10⁸ ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നെക്സ്റ്റ് വൺ, മാഗ്നിഫിക്കേഷൻ. ഇവിടെയും മാഗ്നിഫിക്കേഷൻ വരും, പക്ഷെ ചെറിയ വ്യത്യാസമാണ്. ലെൻസിൽ മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് സൈൻ വേണ്ട. m = hi/h0 എന്ത് വരും? v/u എന്ന് വരും. മൈനസിന് ആവശ്യമില്ല, സിംപ്ലി v/u. ബാക്കിയുള്ള ഫീച്ചേഴ്സും പാരാമീറ്റേഴ്സും എല്ലാം സെയിം ആണ്. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണ്. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ്, യഥാർത്ഥമായ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? അതെല്ലാം സെയിം ആണ്, അതിലൊന്നും മാറ്റമില്ല. ഒരു നെഗറ്റീവ് സൈൻ അങ്ങ് ഒഴിവാക്കുക, വേറെ ഒരു മാറ്റവുമില്ല. അടുത്ത പവർ ഓഫ് ലെൻസ്. അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പവർ = 1 ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ ഫോക്കൽ ലെങ്ത് ഏതിൽ തന്നെ ആയിരിക്കണം? ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡി അഥവാ ഡയോപ്റ്റർ ആണ്. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. ക്യാപിറ്റൽ ഡിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സിംപിളൈസ് ചെയ്യുക. നിങ്ങൾക്കറിയണം പവർ = 1 ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഏതിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇതിന്റെ കൂടെ മറ്റൊരു ഫോർമുല കൂടി പറയുന്നുണ്ട്, f = r/2. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതും മനസ്സിൽ ഉറപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ലെൻസസ് ഫോർമുല, ലാസ്റ്റ് വൺ ആണ് ലെൻസസ് ഫോർമുല എന്ന് പറയുക. ഇവിടെ ഈ പറയുന്ന മിറർ ഫോർമുലയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇടയിൽ ഒരു മൈനസ് വരും, വേറെ ഒരു വ്യത്യാസവുമില്ല. ഇവിടെയും ഫോക്കൽ ലെങ്ത്തും ഈ പറയുന്ന ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും ഫോക്കൽ ദൂരവും വസ്തുവിലോട്ടുള്ള ദൂരവും പ്രതിബിംബത്തിലോട്ടുള്ള ദൂരവും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ മക്കളെ, ഇത്രയും ഫോർമുലാസ് ആണ് പരീക്ഷകളിൽ ചോദിക്കുന്നത്. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കും. സോ ചാപ്റ്റർ വൈസ് ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക, വൃത്തിയായി തന്നെ പഠിക്കുക. ഇനിയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത്, ഏത് തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം താഴെ ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ ക്ലാസ്സുമായി അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ടടാ മക്കളെ. മുഴുവൻ ചാപ്റ്റേഴ്സിനുള്ള മുഴുവൻ മാർക്കും നമ്മൾ ഉറപ്പിച്ചിരിക്കും. അതിനേതറ്റം വരെയും നിങ്ങളുടെ കൂടെ നടക്കാൻ ഞാൻ തയ്യാറാണ്. സോ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, താഴെ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റുകൾക്ക് എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും മക്കളെ. സോ ടേക്ക് കെയർ, ലവ് യു ഓൾ.